സ്മരണ ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ കുന്തിദേവി പ്രാർത്ഥിച്ചിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഷ്ടപ്പാട് തരണേന്ന്, എന്നാൽ എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ കൃഷ്ണ ദർശനം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലാതെങ്കിൽ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കില്ല. അപ്പോൾ കഷ്ടപ്പാടുണ്ടാവണം എന്നും കൂടി പറയാണ്. നമുക്ക് കുചേലനെ കുറിച്ച് നമുക്കറിയാം. കുചേലന് അത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ് അവസാനം കൃഷ്ണൻ്റെ അടുത്ത് പോയി ഭഗവാനെ സ്മരിച്ച് പണ്ടുണ്ടായിരുന്ന ഒരു കടം, കുറച്ച് അവില് ഭഗവാന് കുചേലനും കൂടി കാട്ടിൽ ശേഖരിക്കാൻ പോയ സമയത്ത് കുറച്ച് അവില് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ കുചേലൻ വിശന്നപ്പോൾ ഈ അവില് മുഴുവൻ കഴിച്ചു. അപ്പോൾ ആ കടം വീട്ടാനാണ് പിന്നീട് കുചേലന് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നത്. അത് വീട്ടാനായിട്ട് കുചേലന് അത്രയധികം കഷ്ടപ്പാട് കൊടുത്തു. അതിനുശേഷമാണ് എന്തായാലും ഇന്ന് ഭഗവാനെ ഒന്ന് കണ്ടുകളയാം, എന്തായാലും വലിയ രാജാവൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ പോയിട്ടാണ് കുചേലന് പിന്നീടുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെയാണ് കഷ്ടപ്പാടുണ്ടെങ്കിലാണ് നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുക എന്ന് ഇതിൽ പറയുകയാണ്.